മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും. ഇവരേറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇവരുടെ വിവാഹശേഷമാണ്. വിവാഹശേഷം ഇവർ കൊടുത്ത എല്ലാ ഇന്റർവ്യൂകളും മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും അവരെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അവരുടെ വിവാഹത്തിന് ശേഷം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് മെസ്സേജുകൾ, കമന്റുകളൊക്കെ അവർക്ക് വന്നിരുന്നു. അവർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുത്തശ്ശനായ ഒരു വ്യക്തി പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം കഴിച്ചു എന്ന തരത്തിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അവർക്കെതിരെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും അതിനെതിരെ പ്രതികരിക്കുകയാണ്. ക്രിസിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഹണിമൂണൊക്കെ ഹരിദ്വാറിലായിരുന്നു, നിങ്ങൾ കാശിയിലായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ ഹണിമൂണിന് പോയിട്ടില്ല, ഞങ്ങൾ പോയത് ഹൈദരാബാദിലാണ്. ഞാനൊരു വോയിസ് ട്രെയിനറാണ്. വോയിസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഹൈദരാബാദിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ ദിവ്യയും മക്കളെയും കൂടെ കൂട്ടി അങ്ങനെയാണ് ഞങ്ങൾ ഹൈദരാബാദിലെത്തിയത്. എന്നാൽ ഈ ഹൈദരാബാദിൻ്റെ ഹായ് എടുത്ത് ഹരിദ്വാറിലാണെന്ന് എല്ലാവരും പറഞ്ഞങ്ങ് പരത്തി എന്നാണ് ക്രിസ് പറയുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. അതിനെതിരെയും ക്രിസ് സംസാരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ക്രിസിനെ വിഷമിപ്പിച്ചത് മറ്റൊന്നുമല്ല, തൻ്റെ ബന്ധുക്കളെ പോലും പരസ്പരം മാറ്റി അമ്മാവൻ എൻ്റെ സഹോദരനാണെന്നും എൻ്റെ അച്ഛന് 3 മക്കളാണ് ഉള്ളത് എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംസാരങ്ങളുണ്ടായി, കമൻറ്റുകൾ ഉണ്ടായി എന്നാണ് ക്രിസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, താരാട്ട് കല്യാണിൻ്റെ ഹസ്ബൻഡായ രാജയെക്കുറിച്ചാണ്. രാജ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, അതായത് അമ്മയുടെ അനിയൻ. അമ്മയുടെ അനിയനായ രാജയും അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞാനും രാജയും ഒരുപോലെ കളിച്ചു വളർന്നവരാണെന്നും കുടുംബപരമായി ഞങ്ങൾ നല്ല അടുപ്പത്തിലാണെന്നുമാണ് ക്രിസ് പറയുന്നത്. അതോടൊപ്പം താരാ കല്യാണിനെ ക്രിസ് മുമ്പ് വിവാഹം കഴിച്ചിരുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ക്രിസ് പറയുന്നത് എങ്ങനെയാണ്, താരാ കല്യാൺ എൻ്റെ അമ്മായിയാണ്, അതായത് അമ്മാവൻ്റെ ഭാര്യ. അതോടൊപ്പം അവരെൻ്റെ ഡാൻസ് ടീച്ചറാണ്. ഞാൻ ഗുരുസ്ഥായിൽ കാണുന്ന വ്യക്തിയും എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് അവർക്ക്. അവരെന്നെ ഒരു മകനെ പോലെയാണ് കാണുന്നത് എന്നാണ് ക്രിസ് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് മറ്റു ചിലർ പറയുന്നുണ്ടായിരുന്നു, ക്രിസ് വലിയൊരു ബംഗ്ലാവ് വെച്ചെന്നും 6-7 AC ഉണ്ടെന്ന തരത്തിൽ വരെ ന്യൂസുകൾ വന്നു എന്നാണ് ക്രിസ് പറയുന്നത്. എന്നാൽ തൻ്റെ വീടിൻ്റെ ഫൗണ്ടേഷൻ പോലും ആയിട്ടില്ല. ഇനി ആ വീടിൻ്റെ പ്ലാൻ ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വെച്ച് വേണം എനിക്ക് പ്ലാൻ ചെയ്യാൻ എന്നാണ് ക്രിസ് തമാശ രൂപേണ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ക്രിസ് കൂട്ടിച്ചേർക്കുകയാണ്. സിനിമാക്കാർ തോറ്റുപോകുന്ന തരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെന്നും ഇവരെയൊക്കെ സിനിമാ ഫീൽഡിലേക്ക് വിടണമെന്നും മനോഹരമായ കഥകൾ മെനഞ്ഞെടുക്കാൻ ഇവരെ കഴിഞ്ഞേ മറ്റാരുള്ളൂ എന്നാണ് ക്രിസ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ കഥകൾക്കെതിരെ ക്രിസ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടേത് ഇത് എത്രാമത്തെ വിവാഹമാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റേത് ആദ്യത്തെ വിവാഹമാണെന്നാണ് ക്രിസ് പറയുന്നത്. ക്രിസിന് അതിനൊരു എക്സ്പ്ലനേഷനും കൂടിയുണ്ട്. ആദ്യം ഞാനൊരു വിവാഹം കഴിച്ചിരുന്നു, എന്നാൽ ആ വിവാഹം ഞങ്ങൾ മോചിതരായി. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ആ വിവാഹത്തിൽ നിന്ന് ആ വിവാഹബന്ധം വേർപെടുത്തി എന്നാണ്. അതിനർത്ഥം വിവാഹം വേർപെടുത്തിയാൽ അർത്ഥം അത് കഴിഞ്ഞു എന്നാണ്. റീമാരേജ് അല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം ഞാൻ ഡൈവോഴ്സ് ചെയ്ത വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ദിവ്യ ഞാൻ ആദ്യമായാണ് വിവാഹം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ആദ്യത്തെ വിവാഹം എന്നാണ് ക്രിസ് ആ ചോദിച്ചത് കൊടുക്കുന്ന മറുപടി. ക്രിസ് മുത്തശ്ശനായപ്പോഴാണോ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയുന്നതാണ്, എൻ്റെ മകന് 9 വയസ്സേ ആയിട്ടുള്ളൂ, മകൾക്ക് 17 വയസ്സും. 9 വയസ്സുള്ള മകന് എന്തായാലും കുട്ടികളുണ്ടാവില്ല. 17 വയസ്സുള്ള മകൾ ഇതുവരെ കല്യാണം കഴിക്കാത്തതുകൊണ്ടും അവൾക്ക് മക്കളില്ലാത്തതുകൊണ്ടും ഞാൻ മുത്തശ്ശനായിട്ടില്ല എന്നാണ്. നിങ്ങൾക്കിത് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നവരോട് ക്രിസിന് പറയാനൊന്നുണ്ട്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്താറായിട്ടില്ല, ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ക്രിസ് പറയുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെയും നെഗറ്റീവ് ന്യൂസിനെതിരെയും പ്രതികരിക്കാൻ തനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നല്ല മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നല്ല വാക്കുകൾ ഇതിനുണ്ട് പ്രതികരിക്കാൻ. എന്നാൽ എൻ്റെ സഭ്യത അതിനെ അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് ക്രിസിൻ്റെ അഭിപ്രായം. എന്തായാലും ക്രിസും ദിവ്യയും ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തിട്ട് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലെന്നും അത് കഴിഞ്ഞു പോയതാണ്, പുതിയ ജീവിതത്തിൽ എനിക്ക് അവളും അവൾക്ക് ഞാനും എന്ന തരത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിച്ച് നേരിടാൻ തയ്യാറാണെന്നുമാണ് ക്രിസും ദിവ്യയും പറയുന്നത്. എന്തായാലും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവരുടെ ആരാധകരെല്ലാം ഇതിനോടകം തന്നെ ഈ വീഡിയോ എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.